ഹായ് വെൽക്കം ബാക്ക് ടു എൻഐനോ ഫാഷൻ. അപ്പോൾ ഇറ്റ്സ് മീ അഗ്ന. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചൊരു അടിപൊളി ഫ്ലവേഴ്സ് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ ഹെയർ ക്ലിപ്പ്. അപ്പോൾ ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ദെൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 3 ഞാൻ വരച്ചെടുത്തത്. ഇതേപോലെ 3 കളേഴ്സിലുള്ള ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് ഞാൻ ഇതേപോലെ 3 ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്ക് ഇസ്തിരിപ്പെട്ടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ശേഷം ഒരു സ്പോഞ്ചിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നായിട്ട് കട്ട് ചെയ്തിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഒരുമിച്ച് ചെയ്യണതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പോളൻ ഇതിനുള്ളിലൂടെ നമ്മൾ കടത്തി വിടാണ് ചെയ്യണത്. അപ്പോൾ മൂന്നെണ്ണവും നമ്മൾ ഇതേപോലെ തന്നെ പോളൻ കയറ്റി കൊടുക്കാം കേട്ടോ. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ 3 ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇത് വയ്ക്കുന്നതിനനുസരിച്ച് ഗം ഒട്ടിച്ച് പോകണേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഫെൽ ഷീറ്റ് എടുക്കുക. അതിനകത്തേക്ക് ഗം ഒട്ടിച്ചിട്ട് ഈ 3 ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലാണ് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ഇതേപോലൊരു ഫെൽ ഷീറ്റിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ഫെൽറ്റ് ഷീറ്റ് ഇതേപോലുള്ള റൗണ്ടിൽ തന്നെ ഉള്ളത് എടുക്കുക. 2 സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് ഇതേപോലെ ഫിക്സ് ചെയ്യുക. ശേഷം ഗം ഒട്ടിച്ചിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച 3 ഫ്ലവേഴ്സ് ഒന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഹെയർ ക്ലിപ്പ് നോക്കാം. ഇതേപോലെ തന്നെ ഒരു ഫ്ലവർ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, റെഡ് കളറിലുള്ളത്. ദെൻ അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ശേഷം ഒരു ലീഫാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലിറ്റർ ഷീറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പം ഒരു ഗ്രീന്, ഒരു റെഡ് ഇതൊക്കെ വാങ്ങിക്കാൻ നോക്കട്ടോ. റെഡൊക്കെ നല്ല ഭംഗിയാണ് ഉണ്ടാക്കുമ്പോൾ. അതേപോലെ തന്നെ ഗ്രീന് നിങ്ങൾക്ക് ലീഫൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു ഗ്രീനും ഒരു റെഡൊക്കെ എന്തായിട്ടും വാങ്ങിച്ചു വയ്ക്കാം കേട്ടോ. ദെൻ ഇതേപോലെ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത്ര തന്നെ മതി, 1 മതി. പിന്നെ മോള് പറഞ്ഞുകൊണ്ട് ഞാൻ 2 അങ്ങനെ ഇങ്ങനെയും വെച്ചതാണ്. എനിക്ക് ആ ഒറ്റൊന്ന് വെച്ചപ്പോഴുള്ള ഭംഗിയാട്ടോ ഇഷ്ടമായത്. പിന്നെ അവളല്ലേ വെക്കണത് വിചാരിച്ച് ഞാൻ 2 അങ്ങനെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് പറയണേ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഗ്ലിറ്റർ ഷീറ്റിൽ നമ്മൾ ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ കാണാൻ.